വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ 6000 വിമാനങ്ങളിൽ അടിയന്തര മാറ്റങ്ങൾ ആവശ്യമായതിനെ തുടർന്ന് ലോകത്തെങ്ങും വിമാന സർവീസുകൾ തടസ്സപ്പെട്ടേക്കുമെന്ന് കമ്പനി അധികൃതർ. സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ വിമാന നിയന്ത്രണ ഡേറ്റ നശിപ്പിക്കുമെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് അടിയന്തര നീക്കം. യാത്രക്കാരെ വലിയ തോതിൽ ബാധിക്കും. കാര്യം ഹോളിഡേ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 6000-ഓളം വിമാനങ്ങളാണ് ഈ റീകോളിനായിട്ട് എയർബസ് വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. A320 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾക്കാണ് ഈ റിപ്പയർ അടിയന്തരമായിട്ട് വേണമെന്ന് പറയുന്നത്. എയർബസിനെ സംബന്ധിച്ച് ഏതാണ്ട് 55 വർഷത്തെ അവരുടെ ചരിത്രത്തിൽ ഇത്രയധികം വിമാനങ്ങൾ തിരിച്ച് റിപ്പയറിനായിട്ട് പിൻവലിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സൂര്യകിരണങ്ങൾ ഈ വിമാന നിയന്ത്രണ ഡേറ്റ നശിപ്പിക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നീക്കം എയർബസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. 3 മണിക്കൂർ മാത്രം നീളുന്ന വളരെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ് എയർബസ് കരുതുന്നത്. ഇത് വലിയ തോതിൽ ബാധിക്കുന്നത് അമേരിക്ക, ഇന്ത്യ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെയാണ്. അമേരിക്കയിലാണെങ്കിൽ താങ്ക്സ് ഗിവിംഗിൽ നിന്ന് ന്യൂ ഇയർ വരെയുള്ളത് ഹോളിഡേ സീസണാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന സമയമാണ്. തന്നെയുമല്ല, അമേരിക്കൻ എയർലൈൻസ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഈ എയർബസ് ഉപയോഗിക്കുന്ന വിമാന കമ്പനിയാണ്. ഏതാണ്ട് 340 വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വരുമെന്നാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ്. അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ ഇവരുടെ ഏതാണ്ട് 250ഓളം വിമാനങ്ങളും ഈ അടിയന്തര റിപ്പയറിന് വിധേയമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.